ബി ഫ്രാങ്ക്, ഞാനൊരു വീട്ടമ്മയാണ്, ഒരമ്മയാണ്. എൻ്റെ മക്കളിൽ 3 പേരിൽ രണ്ടു പേർക്ക് NDAയിൽ ചേർക്കണം എന്ന് ഏട്ടന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ ഏട്ടൻ ഇങ്ങനെ NDAയിലേക്ക് വിടാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരമ്മ സെൽഫിഷാണ്, സ്വാർത്ഥതയാണ്. ഞാൻ അപ്പം ചിന്തിച്ചു, ഏട്ടാ അവൻ NDAയിൽ പോയാൽ യുദ്ധത്തിനൊക്കെ പോകേണ്ടി വരില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ശരിക്കും ഇതുപോലെ എല്ലാ അമ്മമാരും ചിന്തിക്കില്ലേ? അപ്പൊ അവനെ NDAയിലേക്ക് വിടാൻ എനിക്കൊരു കോൺഫിഡൻസ് സാറിന് തരാൻ പറ്റുമോ? നമ്മുടെ ഒരു നാഷണാലിറ്റി, നേഷനോടൊരു സ്നേഹം, ഒരു പാട്രിയോട്ടിസം അതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് എൻ്റെ മകന് ഏറ്റവും ഉചിതമായിട്ട് രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം കിട്ടുകയാണെങ്കിൽ അവനെ ആ അവസരത്തിൽ ഞാൻ വിനിയോഗിക്കും. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കുക എന്നത് അത് നമുക്ക് സാങ്കല്പികം മാത്രമാണ്. എന്തും സംഭവിക്കാം. ഇപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാകുമ്പോൾ എന്തും സംഭവിക്കാം. പെട്ടെന്ന് ഈ സൈക്ലോൺ വരുന്ന സമയങ്ങളിൽ ചെന്നൈയിൽ ഇപ്പോൾ സൈക്ലോൺ വന്നു. അപ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്ത് നേഷനെ സംരക്ഷിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്നത്, എനിക്കത് മനസ്സിലായത് നമ്മുടെ സിയാച്ചിൻ ഗ്ലേസറിൽ ഒരു അവലാഞ്ച് ഉണ്ടായപ്പോൾ അതിൻ്റെ അകത്തകപ്പെട്ടിട്ടുള്ള 10 സൈനികർ മരണപ്പെട്ടു. അവിടെ നമ്മുടെ ഒരു കൊല്ലത്തുള്ളൊരു സൈനികൻ ഉണ്ടായിരുന്നു, ഒരു സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ വൈഫ് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് അവനവിടെ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നത്. പക്ഷേ അവരുടെ ആ അവസ്ഥയിൽ പോലും വീടുമായിട്ട് കമ്മ്യൂണിക്കേഷനൊന്നും ഏർപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ ആ ഡെലിവറി നടക്കുന്ന സമയം വരെ ഒരു 3 പ്രാവശ്യം മാത്രമേ അവന് കുടുംബമായി സംബന്ധിക്കാൻ വേണ്ടി പറ്റിയുള്ളൂ. ആ സന്ദർഭത്തിൽ ഒരു മകൾ പിറന്നു. അമ്മയോട് ഫോൺ വിളിച്ചു. അമ്മ പറഞ്ഞു, മകനെ നിനക്കൊരു മകൾ പിറന്നു, നിനക്ക് ആ മകളെ കാണണ്ടേ? അപ്പോൾ സുധീഷ് അമ്മയെ കാണണം. പക്ഷേ ഒരു ഉത്തമ സൈനികൻ എന്ന ഉത്തരവാദിത്വത്തോടുകൂടി ആ സൈനികൻ പറഞ്ഞത്, ഞാനിപ്പോൾ ലീവിന് വന്നതാ, എന്നെപ്പോലെ ഇതുവരെ ലീവിന് വരാത്ത 2-3 സൈനികരുണ്ട്, അവർ ലീവിന് പോയി വന്നു കഴിഞ്ഞാൽ അമ്മയെ വരാമെന്ന്. പക്ഷെ അവിടെ അമ്മ, എൻ്റെ മകൻ മാത്രമല്ല സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്, അമ്മ കൂടി ജോലി ചെയ്യുന്നുണ്ട്, കുടുംബം ഒന്നടങ്കം ചെയ്യുന്നുണ്ട്. കാരണം എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ആ യാതനകളൊന്നും മകനെ അറിയിക്കാതെ എൻ്റെ മകൻ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽക്കുന്നത് എന്ന് ബോധമുള്ള ആ മാതാവ് പറഞ്ഞത് മകളുടെ ചോറൂണിന് വന്നാൽ മതിയെന്ന്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുധീഷിന് മകളുടെ ചോറൂണിന് വരാൻ സാധിച്ചില്ല. പക്ഷേ അതിനിടയിൽ ആ മരണം സംഭവിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷമായപ്പോൾ ആ കുടുംബത്തെ ഞാൻ ഇതേപോലെ ഒരു പ്രോഗ്രാമിൽ കാണാനിടയായി. പിഞ്ചു മകൾ, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും അമ്മയും അച്ഛനും ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഹാങ്ങർ ചോദിച്ചു, മകൻ മരിച്ചതിൽ ദുഃഖമില്ലേ എന്ന് അച്ഛനോട് ചോദിച്ചു. അപ്പം ഞാൻ ഒരു സൈനികൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചു, അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക? കാരണം അത് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ അച്ഛൻ പറഞ്ഞത് ഒട്ടും വിഷമിക്കാതെ, എൻ്റെ മകൻ മരിച്ചതിൽ ദുഃഖമുണ്ട്, അതിനേക്കാളേറെ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ മകൻ മരിച്ചത് രാജ്യസേവനത്തിനിടയിലാണ്. പക്ഷെ മറ്റാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിലൂടെ എൻ്റെ മകനെയും ഈ രാഷ്ട്രത്തെയും ഞാൻ എന്നും കാണുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഏതാണ് ആ സൗഭാഗ്യം എന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, എൻ്റെ മകൻ്റെ വിരിനെഞ്ചിൽ പുതപ്പിച്ച രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ത്രിവർണ്ണ പതാകയാണ് എൻ്റെ വീട്ടിൻ്റെ പൂജാമുറിയിൽ ഞാൻ സൂക്ഷിക്കുന്നത്. അതെ, അതാണ് സത്യം. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു സൈനികൻ വീരമുറ്റ് വരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ആസാദി കാ അമൃത് മഹോത്സവ് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ഉയർത്തിയ രാജ്യത്തിൻ്റെ അഭിമാന ത്രിവർണ്ണ പതാക, അതിൻ്റെ കുടക്കീഴിൽ നിന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ ആ ത്രിവർണ്ണ പതാക പുതപ്പിച്ചുകൊണ്ട് ആ സൈനികനെ വീട്ടിലെത്തിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ആദരവ് രാജ്യത്തിൽ നിന്ന് കിട്ടാനില്ല, കൊടുക്കാനില്ല. ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു റെസ്പെക്റ്റ് കിട്ടുക അപൂർവം ചില ആൾക്കാർക്ക് കിട്ടും. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും മാഡം ധൈര്യമായിട്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, മകനെ സൈന്യത്തിൽ അയക്കണം. തീർച്ചയായിട്ടും അവൻ ആ ഒരു യൂണിഫോം ഇട്ട് വരുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അപ്പുറം പ്രൗഢഗംഭീരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തലയെടുപ്പോടുകൂടി മാഡത്തിന് പറയാം.